സാറേ പരിപാടിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ലക്ഷണം കേട്ടോ. ഇനി ഈ അണ്ടർ കവർ ഇൻവെസ്റ്റിഗേഷൻ പരിപാടി ഒന്നും നടക്കത്തില്ല. മേലിൽ നല്ല പ്രഷറുണ്ട്. പരിപാടി എത്രയും പെട്ടെന്ന് തീർത്തേ പറ്റൂ. സാറേ ഇത്തിരി വെള്ളം കുടിക്കാൻ തരാമോ? ഫിലിപ്പ് സാർ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് സാറേ. അന്ന് വന്നിരുന്നു. പക്ഷേ അന്ന് വന്നപ്പോൾ കുറച്ച് ഭയമായിട്ട് പ്രശ്നമുണ്ടായി. ഒരു കൈക്കൂലിന്നൊക്കെ പറഞ്ഞ കേട്ടത്. സംഭവം എല്ലാം കഴിഞ്ഞ് സാറ് തന്നെ ഒരു 10-10:30 ആയപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് പോയി. അതിന് പിന്നെ ഞാൻ സാറിനെ കണ്ടിട്ടില്ല. സത്യ സാറേ, ഞാൻ കണ്ടിട്ടില്ല പിന്നെ സാറിനെ. ഇതാണ് ലാസ്റ്റ് അയാളെ കണ്ട പയ്യൻ്റെ മൊഴി. പയ്യൻ പറഞ്ഞ പോലെ ആളിച്ചിരി കൈക്കൂലി കേസിലൊക്കെ പ്രതിയാണ്. ഡിപ്പാർട്ട്മെൻറ്റിലും അത്ര നല്ല പേരൊന്നുമല്ല. നെക്സ്റ്റ് ഘോഷൽ, ലാസ്റ്റ് ഇയർ MA സ്റ്റുഡൻറ്റ്, കോളേജ് ഫുട്ബോൾ പ്ലെയറാണ്. കളി കഴിഞ്ഞ് ഇവനും മിസ്സായി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആ ഭിക്ഷക്കാരൻ അല്ലേ? അതെ, ഒരു പോലീസ് ഓഫീസർ, ഒരു ഫുട്ബോൾ പ്ലെയർ, ഒരു ഭിക്ഷക്കാരൻ, ഒരു തരത്തിലും കണക്ഷനില്ലാത്ത 3 പേർ. 3 പേരും ഒരേ രാത്രി മിസ്സാകുന്നു. പിന്നീട് അവിടെ ബോഡി കൊച്ചിയിലെ പല ഭാഗങ്ങളായി കിട്ടുന്നു. ഇന്നാണ് ലാസ്റ്റ് ഡേ. നാളെ കേസ് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. റിവൈൻഡ് എവറിത്തിങ്, ഡേ 1 മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും. മാർച്ച് 14 ആദ്യത്തെ ബോഡി കിട്ടി, 20 2, 26 3. അതും കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും. ആകെ ബോഡിയിൽ നിന്ന് കിട്ടിയത് ഫിംഗർ പ്രിൻറ്റ്സ് മാത്രം. ആദ്യത്തെ ആളുടെ ബോഡിയിൽ നിന്ന് കിട്ടിയത് രണ്ടാമത് മരിച്ച ആളുടെ ഫിംഗർ. രണ്ടാമത്തെ ബോഡിയിൽ നിന്ന് മൂന്നാമത് മരിച്ച ആളുടെ ഫിംഗർ പ്രിൻറ്റ്. മൂന്നാമത്തെ ബോഡിയിൽ നിന്നും ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ആൻഡ് ഓൾസോ ദ ബൂട്ട് പ്രിൻറ്റ്. ഓരോ ബോഡിയിൽ നിന്നും കിട്ടിയത് ഓരോ ഫിംഗർ പ്രിൻറ്റ്സ്. എന്നാൽ 3 ക്രൈം സ്പോട്ടിൽ നിന്നും കിട്ടിയത് ഒരേ ബൂട്ട് പ്രിൻറ്റ്. ഒന്നാമത്തെ ഒരു പോലീസ് ഓഫീസർ, രണ്ടാമത്തെ ഒരു കോളേജ് പയ്യൻ, മൂന്നാമത്തെ ആർക്കും വേണ്ടാത്ത ഒരു ഭിക്ഷക്കാരൻ. പക്ഷേ റിപ്പോർട്ട് പ്രകാരം 3 പേരും മിസ്സായത് ഒരേ ദിവസം, മാർച്ച് 6. ആ ഭിക്ഷക്കാരനെ കുറിച്ച് ആർക്കും യാതൊരുവിധ അറിവില്ല. സോ അയാൾ മിസ്സായതും സെയിം ഡേ തന്നെയായിരിക്കും. ആയിരിക്കാം. എല്ലാവരും കൊല്ലപ്പെട്ടത് സെയിം പാറ്റേണിൽ. കയ്യിലെയും കാലിലെയും വെയിൻസ് കട്ട് ചെയ്ത് രക്തം പോയാണ് 3 പേരും മരിച്ചത്. എല്ലാവരുടെ ശരീരത്തിലും തല്ലുകൊണ്ട പാടുകളും ഉണ്ട്. അപ്പോൾ ഈ മരിച്ചവർ തമ്മിലുള്ള കോമൺ ലിങ്ക്? നോ കോമൺ ലിങ്ക്. ആ 3 പേരും തമ്മിൽ ഒരു പരിചയമില്ല, തമ്മിൽ കാണാൻ പോലും സാഹചര്യമില്ല. ഒരു ബന്ധമില്ലാത്ത 3 പേര്. ആ പോലീസുകാരൻ അയാൾ കറപ്റ്റഡാണ്. പക്ഷെ ആ പയ്യൻ, അവനെപ്പറ്റി ആർക്കൊരു പരാതിയില്ല. കോളേജ് ടോപ്പർ, ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ, പിന്നെ ഭിക്ഷക്കാരൻ, ജസ്റ്റ് നോബഡി. പോലീസുകാരൻ മിസ്സായത് ബാറിൽ നിന്ന് വരുന്ന വഴിക്കാം. അയാൾ എന്തായാലും നല്ലപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അയാളുമായി ബാറിൽ വെച്ച് വഴക്കുണ്ടായ പിള്ളേരോ, അവരെന്താ പറഞ്ഞത്? അവന്മാർക്കൊന്നും എന്തായാലും ഡയറക്ടർ റോളില്ല. അയാൾ മിസ്സായ ടൈമിൽ CCTV ചെക്ക് ചെയ്തപ്പോൾ അവന്മാർ ബാറിൽ തന്നെ ഉണ്ട്. മാച്ച് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് പയ്യൻ മിസ്സാവുന്നത്. ഭിക്ഷക്കാരൻ മിസ്സായത് എവിടെ നിന്നാന്ന് ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഡെയിലി റുട്ടീൻ അറിയുന്ന ആരോ തന്നെയാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മോട്ടീവ് റിവഞ്ച്. പോലീസുകാരൻ കറപ്റ്റഡാണ്, ആർക്ക് വേണമെങ്കിലും വൈരാഗ്യം തോന്നാം. പക്ഷെ ആ കോളേജ് പയ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ ഭിക്ഷക്കാരൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ഫിംഗർ പ്രിൻറ്റ്സ്. പോലീസുകാരൻ്റെ ബോഡിയിൽ കോളേജ് പയ്യൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ്, കോളേജ് പയ്യൻ്റെ ബോഡിയിൽ ആ ഭിക്ഷക്കാരൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ്.
ഞാൻ എൻ്റെ ഒരു ബിയോയ് പറയാം. 3 പേരെ ഒന്നിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു. തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഓരോരുത്തരെയായി കൊല്ലുന്നു. കൊന്നു കഴിഞ്ഞിട്ട് മറ്റേയാളുടെ ഫിംഗർ പ്രിൻറ്റ് ഇയാളുടെ ബോഡിയിലേക്ക് ആക്കുന്നു. അതായത് കുഴിച്ചിടുന്നതിന് തൊട്ട് മുമ്പായി മറ്റേ വിക്ടിമിനെ കൊണ്ട് ഇയാളുടെ ബോഡിയിൽ ടച്ച് ചെയ്യിപ്പിക്കുന്നു. പക്ഷേ ക്രൈം ചെയ്ത ആളുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും അതിൽ വരാതെ സൂക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഒരാൾ മാത്രമായിരിക്കും ഇതിനൊക്കെ പിന്നിൽ? സാധ്യതയില്ല, ഒന്നിലധികം പേരുണ്ടാവും. അപ്പോഴൊരു പ്രശ്നമുണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടിയ ബൂട്ട് പ്രിൻസ് അതൊരാളുടെ മാത്രമല്ല. അത് പ്രോബബ്ലി മിസ്ലീഡ് ചെയ്യാൻ ചെയ്തതായിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ബോഡിയിൽ നിന്ന് ഫിംഗർ പ്രിൻസ് ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഇനി ഒരു ക്രൈം നടക്കാൻ ചാൻസ് ഇല്ല. ഒന്നും ഉറപ്പിച്ച് പറയാറായിട്ടില്ല. ചിലപ്പോൾ ഇനിയൊരു ക്രൈം നടക്കും. പോലീസുകാരൻ്റെയും കോളേജ് പയ്യൻ്റെയും മൊബൈൽ ഫോൺ അവർ മിസ്സായ സ്പോട്ടിൽ നിന്ന് തന്നെ കിട്ടി. പക്ഷെ അത് ട്രേസ് ചെയ്തിട്ട് ഒരു തുമ്പും കിട്ടിയില്ല. ഫോണിൽ നിന്ന് മാത്രമല്ലോ, ഇവിടെ ഒന്നിന്നും ഒരു തുമ്പും കിട്ടുന്നില്ല. ജോണേ, തനിക്ക് കണ്ട ടൈമൊക്കെ കഴിഞ്ഞു. ഞാൻ ഇതുവരെ കണ്ടെത്തിയതല്ല നാളെ തന്നെ ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്യണം. അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല, മനസ്സിലായല്ലോ? ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അപ്പം അന്വേഷണം നമ്മളിലേക്ക് എത്തില്ല. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ ശേഖരിച്ച തെളിവുകൾ വെച്ച് ഞങ്ങൾ റീചെക്ക് ചെയ്ത് നോക്കിയതാ, ഞങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോന്ന്. ഇനി CBI വന്നാലും ഞങ്ങൾ സേഫ് ആയിരിക്കണമല്ലോ. ഞങ്ങൾക്കിതൊന്നും അത്ര പരിചയമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും നീ പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ? എന്താല്ലേ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുമ്പിൽ വെച്ച് പ്രതികൾ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഈ കേസിൽ എന്തെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാ നിന്നെയൊക്കെ പുട്ടാളെ ഏതൊരു ഒരെണ്ണം കിട്ടിയാ അന്ന് തീരാ നിന്റെയൊക്കെ ചിരി. ഞാനാ നിനക്ക് മിസ്സായി പോയ തെളിവ്. അന്ന് രാത്രി ഒരു വഴിയില്ലാതെ ഞാൻ റോട്ടിൽ നിന്നപ്പോൾ നിന്റെ ഫ്രണ്ട് ആ പോലീസുകാരൻ എന്നെ വണ്ടി കയറ്റിയപ്പോൾ ഞാൻ കരുതി ഞാൻ സേഫായിട്ട് എത്തേണ്ട അടുത്ത് എത്തുന്നു. പക്ഷെ അയാൾ എന്നോട് ചെയ്തത് എല്ലാം കഴിഞ്ഞ് അയാൾ എന്നെ റോഡിൽ വലിച്ചെറിഞ്ഞപ്പോൾ ഇഴഞ്ഞുകൊണ്ട് ഞാൻ സഹായത്തിന് വേണ്ടി നിലവിളിച്ചു. അപ്പം അതുവഴി വന്ന കോളേജിലെ നല്ലവനായവൻ കൊണ്ട് ഡ്രഗ്സ് എല്ലാം വലിച്ചു കയറ്റി എന്നെ ഇടിച്ച് തെറിപ്പിച്ചു. തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവനോട് പിന്നെ വന്നവൻ അവനാ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ആ ഭിക്ഷക്കാരൻ. അവൻ്റെ കണ്ടുപോയത് ചോരയിൽ കുടിച്ചിടന്ന എൻ്റെ ബാഗിലേക്കും മാലയിലേക്കും ആയിരുന്നു. പണോ സ്വർണ്ണോ എന്ത് വേണമെങ്കിലും ഞാൻ അവന് കൊടുത്തേനെ, എന്നെ അവനൊന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ. ശരി, നിങ്ങൾ എന്നെ വെറുതെ വിട്. നിങ്ങളുടെ പേരിൽ കേസ് വരാതെ ഞാൻ നോക്കിക്കോളാം. അപ്പം എങ്ങനെ നിന്നെ വെറുതെ വിടാനോ? എന്നാൽ കാറി വെച്ച് പോലീസുകാരൻ വിളിച്ചത് നിന്നെയല്ലേ? നിന്നെ ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞേ? ഓർമ്മയില്ലേ നിനക്ക്? എവിടെ പോവാൻ? ഡ്യൂട്ടി കഴിച്ചിട്ട് വീട്ടിലോട്ട് വന്നു. എന്താടാ നീ നേരത്തെ വീട്ടിൽ കയറിയോ? ഞാനിന്ന് ഒന്നിനെ പൊക്കി. കൊള്ളടാ, അടിപൊളി സാധനം. ഇന്റെയൊക്കെ സമയടാ സമയം. വീട്ടിൽ ചെന്ന പെണ്ണും പുള്ള, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്തത്. നടക്കട്ടെ, എൻജോയ്. ഇതൊക്കെ ഒരു ടൈമല്ലേ മോനെ. ശരിടാ, ഞാൻ വിളിക്കാം. അന്ന് എൻ്റെ കൂട്ടുകാരൻ ഇവളെ ഉപദ്രവിച്ചപ്പോഴും, റോട്ടിൽ കളഞ്ഞ ഇവളെ ആ പയ്യൻ വണ്ടി അടിച്ചിട്ട് നിർത്താതെ പോയപ്പോഴും, ആ പിച്ചെടുത്ത് നമ്മളെ തെണ്ടി ഇവിടെ മാല എടുത്തപ്പോഴും, ആ റോട്ടിൽ കിടന്ന് ഞങ്ങൾക്ക് നഷ്ടമാണ് ഞങ്ങളുടെ കുഞ്ഞാടാ. നിങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ കുഞ്ഞ്. 3 കൊല്ലം അന്നേ തീരുമാനിച്ചതാ, കൂടെ നിന്നെ. അന്നാ ഫോൺ കോളിൽ അങ്ങനെ ചെയ്യരുതെന്ന് ഒരു ഒറ്റ വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം നഷ്ടാവില്ലേ. അപ്പം നിന്റെ വാക്കിൽ തുടങ്ങിയത് നിന്നിലൂടെ തന്നെ തീരട്ടെ. പിന്നെ നിന്നെ കൊന്നതിൻ്റെ പേരിൽ ഞങ്ങളെ പോലീസ് പിടിക്കാനൊന്നും പോണില്ല. മദ്യലഹരിയിൽ പോലീസുകാരൻ ടെറസിന്റെ മുകളിൽ നിന്ന് കാല് തന്നെ വീണു. അതായിരിക്കും നാളത്തെ ഹോട്ട് ന്യൂസ്.
അപ്പം എങ്ങനെ എൻജോയ്. എടാ എന്നെ വെറുതെ വിട്. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ, ഞാനില്ല ഇതില്, ഞാൻ ഇതിലൊന്നും ചെയ്തില്ല. ഞാൻ നിങ്ങളെ വെറുതെ വിടാമെന്ന് പറഞ്ഞല്ലേ. എന്നെ ഒന്നും ചെയ്യരുത്. എടാ വെറുതെ വിടടാ. എടാ ഞാൻ ഒന്നും ചെയ്തില്ലടാ. എടാ എന്നെ ഒന്നും ചെയ്യരുതടാ. എടാ എന്നെ ഒന്നും ചെയ്യരുതടാ.